ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്നിവിടെ ബീറ്റ്റൂട്ട് കൊണ്ടുള്ളൊരു കറിയാണ് വെച്ച് കാണിക്കുന്നത്. ബീറ്റ്റൂട്ട് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കറി തന്നെയാണ് ഇത്. ഇതിനായിട്ടേ ഞാനൊരു 3 ബീറ്റ്റൂട്ട്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള 3 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ടേ. അപ്പം ഞാനൊരു ഗ്രേറ്റർ വെച്ചിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ടേ. ഗ്രേറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിനി നല്ലോണം ഒന്ന് വാട്ടി അങ്ങോട്ട് എടുക്കണം. ഇത് എണ്ണയിലിട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോ ചെയ്യുന്നതേ ഒരു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിന്റെ വെള്ളത്തിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ടിട്ടേ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ചെറിയ തീയിൽ ഒരു പ്ലേറ്റ് അങ്ങോട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. എണ്ണയിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്താലും നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുറച്ചുകൂടി സ്വാദ് കൂടും. അപ്പൊ ഞാനിത് അധികം എണ്ണ യൂസ് ചെയ്യാണ്ടിരിക്കാനാണ്. എന്തായാലും താളിക്കുമ്പോ വെളിച്ചെണ്ണ ചേർക്കേ. ഇത് വഴറ്റിയെടുക്കുമ്പോ എണ്ണ അങ്ങോട്ട് ചേർക്കാണ്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടി പച്ച ചുവയൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടട്ടെ. ഇതിലേക്ക് ഞാൻ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോണാണ്. ഇപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം തൈര് ഉണ്ടാവും. നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പം ആ തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേ മിക്സിയിലിട്ട് അടിച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ അങ്ങനെയല്ല, നേരിട്ട് തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടേ അത് അടിപൊളിയായിട്ട് അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തു. നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊണ്ട് ഇതേപോലെ അങ്ങോട്ട് റെഡിയാക്കി എന്നിട്ട് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് അരപ്പ് വേണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതി ചിരവിയതും, ഇത് പറഞ്ഞാൽ 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, ഒരു 1.5 ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ടിട്ടെ ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചങ്ങോട്ട് എടുക്കണം. അപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ്. അതായത് നല്ല അടിപൊളി ബീട്രൂട്ട് കിച്ചടി. സദ്യയിലൊക്കെ വിളമ്പുന്ന കിച്ചടികളുണ്ടല്ലോ, പല സൈസ് കിച്ചടി ഉണ്ട്. പാവക്കയുടെ കിച്ചടി, ബീട്രൂട്ടിന്റെ കിച്ചടി, വെണ്ടയ്ക്കയുടെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റിന്റെ വെക്കാം. അപ്പൊ പല രീതിയിലുള്ള കിച്ചടികളുണ്ട്. അപ്പൊ കിച്ചടിയൊക്കെ വെക്കുന്നത് ഏകദേശം എല്ലാം ഒരേ മോഡൽ തന്നെയാണ്. അപ്പൊ അതങ്ങോട്ട് അരച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടേ ഇതിലേക്ക് പിന്നെ താളിച്ചിടാനുണ്ട്. താളിക്കാനായിട്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പൊ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും, ഒരു 2 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ടേ നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ച് ആ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡിയാവും. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുമേ. അധികം എണ്ണയൊക്കെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ബീട്രൂട്ട് വറക്കാനായിട്ട് എണ്ണയൊന്നും യൂസ് ചെയ്യാണ്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ തൈരൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന കറികളുണ്ടല്ലോ, അത് മുമ്പത്തെ ദിവസം വെച്ചിട്ടേ പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കുമ്പോഴേ ആ കറിയുടെ സ്വാദ് ഒന്നും കൂടി അങ്ങോട്ട് കൂടിയിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ കൂട്ടുകാരെ.